നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2025 മസ്റ്ററിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. 2025 പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളും ചെയ്യേണ്ട ഒരു കാര്യമാണ് മസ്റ്ററിംഗ്. മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ തുടർന്ന് ലഭിക്കുകയില്ല. അതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ക്ഷേമപെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും നമ്മൾ ഏതെങ്കിലും രൂപത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ മുതലായ മുഴുവൻ പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കളും നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് മസ്റ്ററിംഗ്. നിലവിലിപ്പോൾ നമുക്ക് ആഗസ്റ്റ് വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ പല ആളുകളും നമ്മുടെ ഗ്രൂപ്പുകളിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ അന്ന് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാത്തത് മൂലം പല കാരണങ്ങൾ കൊണ്ടും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുണ്ട്. മസ്റ്ററിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ, അതുപോലെ തന്നെ ആധാറിൽ ചില മിസ്റ്റേക്കുകൾ കൊണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകൾ, നാട്ടിലില്ലാത്ത ആളുകൾ, അങ്ങനെ പല ആളുകളും അന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്കും കൂടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ 4-5 വർഷമായി മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമ്പുകളിൽ വഴിയോ നമ്മുടെ വിരൽ ഒരു മെഷീനിൽ പതിപ്പിച്ച് നമ്മൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാറാണ് പതിവ്. എന്നാൽ ഇപ്രാവശ്യം ചില മാറ്റങ്ങൾ വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരുന്നു. അന്ന് നമ്മൾ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയായിരുന്നു നമ്മൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത്. നമുക്ക് അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒരു OTP വരികയും അതിനുശേഷം നമ്മൾ ആ നമ്പർ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അതുപോലത്തെ രൂപത്തിലായിരിക്കും ഇനി ഒരു ആപ്ലിക്കേഷൻ വരിക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുമുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ആധാർ കാർഡ് ക്ലിയർ ആയിരിക്കുക എന്നുള്ളത്. ആധാറിലെ ഫോൺ നമ്പറാണ് ഇതിൽ മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്പറാണെന്ന് ഉറപ്പ് വരുത്തുക. പല ആളുകളും മുമ്പ് ലാൻഡ് ഫോൺ നമ്പർ കൊടുത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ കൈവശമില്ലാത്ത നമ്പർ കൊടുത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്പറാണെന്ന് ഉറപ്പ് വരുത്തുക. ഇതിൽ തന്നെ പല ആളുകളുടെയും നമ്പർ വിദേശത്തുള്ള മകൻ്റെ കയ്യിലായിരിക്കാം. അങ്ങനെ പല പ്രശ്നങ്ങളുള്ള ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമായി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്കായിരിക്കും OTP വരിക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആധാറിലെ ഫോട്ടോ. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തെല്ലാം നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഫോട്ടോ പഴയ തന്നെ വന്ന ഒരുപാട് ആളുകളുണ്ട്. ഫോട്ടോ മാറാനുള്ള ഒരു പുതിയ അപേക്ഷ കൂടി നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. നിർബന്ധമായിട്ടും നമ്മൾ ഫോട്ടോ മാറാനുള്ള ഒരു അപേക്ഷ കൂടി കൊടുത്ത് നമ്മളിപ്പോഴുള്ള രൂപത്തിലുള്ള ഫോട്ടോ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മൾ ആധാർ കാർഡ് അപ്ഡേഷൻ. 10 വർഷമായി നമ്മൾ എടുത്ത ആധാർ കാർഡ് ആണെങ്കിൽ അതിലെ ഫിംഗറും മറ്റും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പോലും നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. നമുക്ക് മസ്റ്ററിംഗ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ചാനൽ അറിയിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.